ഞാൻ വയനാട്ടിലെ കണക്കുകൾ പറയാം. മാനന്തവാടിയിൽ 45.12, സുൽത്താൻ ബത്തേരി 44.72, കൽപ്പറ്റ 46.52, തിരുവമ്പാടി 48.05, ഏറനാട് 49.89, നിലമ്പൂർ 43.84, വണ്ടൂർ 45.14. ഇപ്പോൾ നിലമ്പൂരിലാണ് കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. നിലമ്പൂരിലാണ് ഇപ്പോൾ ഏറ്റവും കുറവ്. അതിനുശേഷം വയനാട്ടിൽ നിന്നുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറനാട് മണ്ഡലത്തിലാണ്. തൊട്ടുപിറകിൽ തിരുവമ്പാടിയുമുണ്ട്. അപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് ഷഹീദുണ്ട്. ഷഹീദ്, 50% അടുക്കുകയാണ് തിരുവമ്പാടിയിലെ പോളിംഗ്. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുമോ, അതോ കഴിഞ്ഞ തവണത്തെ അത്രയും എത്തില്ലേ? എന്താണ് പൊതുവെ ബൂത്ത് ഏജന്റുമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറയുന്നത്? അഭിലാഷ്, ഒരു കാര്യം ഏതായാലും വ്യക്തമാണ്. കാരണം ഈ പോളിംഗ് ബൂത്തുകൾക്കിടെ മുന്നിൽ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടതുപോലെയുള്ള വലിയ നിര രാവിലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് സ്കൂളിലെ ഈ ബൂത്ത് നമ്പർ 80 മാത്രമാണ് അല്പമെങ്കിലും ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 48% കടന്നു കഴിഞ്ഞു പോളിംഗ് ശതമാനം. അതായത് 88,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. 1,64,000-ഓളം പേരാണ് ഇവിടെ വോട്ട് ചെയ്യാനുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ഏജന്റുമാരും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ആളൊഴിഞ്ഞ രീതിയിലുള്ള ഒരു ബൂത്തുകൾ നമുക്ക് ഈ പതിവില്ലാത്തതാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുണ്ട്. വീട്ടിലെ ജോലി കഴിഞ്ഞെത്തിയാണോ? ഓ, വീട്ടിലെ ജോലി കഴിഞ്ഞെത്തിയ. ഈ സമയത്താണോ? അല്ലല്ല, നേരത്തെ വല്ലുണ്ട്. എന്തുകൊണ്ട് ഇന്ന് വൈകി? ഇന്ന് വീട്ടിലെ ആളുകളതുകൊണ്ട് മരുമക്കളൊക്കെ ഉണ്ടാടാം. ആളുകളൊന്നും വലിയ തോതിൽ കാണുന്നില്ല. കഴിഞ്ഞ തവണ വലിയ ക്യൂ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നല്ല ആളായിരുന്നു. എന്താ അറിയൂല. എന്താ ചേച്ചി? രാവിലെ സുഹൃത്തുക്കളും അയൽപക്കക്കാരൊക്കെ വന്നു വോട്ട് ചെയ്യാൻ? എല്ലാരും വന്നു. പക്ഷെ വലിയ ക്യൂ കാണുന്നില്ല, തിരക്ക് കാണുന്നില്ല. എന്താ അറിയില്ല, ഇപ്രാവശ്യം കുറവാണ്. തരറിട്ട് ഞങ്ങള് പോരുമ്പോഴായിരുന്നു പറഞ്ഞു തിരക്ക് കുറവാണ് എന്ന്. കന്നിയോട്ടാണോ? ഞാൻ കഴിഞ്ഞ വോട്ട് ചെയ്യാൻ തയ്ച്ചില്ല, പ്രവാസിയായിരുന്നു. അതുകൊണ്ട് ബാക്കിയുണ്ട് ഇപ്രാവശ്യം ചെയ്യാൻ. ശരി, ഇത്തവണ പ്രവാസി വോട്ടറാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്? അതെ, ആദ്യമായിട്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അല്ലായിരുന്നു. ഓക്കെ. ആളുകൾ കുറവുണ്ടോ ചേട്ടാ വോട്ട് ചെയ്യാൻ എത്തുന്ന? ക്യൂ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് വെച്ചാല് ഞാൻ ഇപ്പോഴല്ലേ വന്നോളൂ. രാവിലെ മുതലേ പക്ഷേ 2-3 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കറിയില്ല. കഴിഞ്ഞ തവണ വലിയ ക്യൂ ഉണ്ടായിരുന്നു. എന്താ പറ്റിയത്? ആളുകൾ എത്താത്തതാണോ? എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ആള് വളരെ കുറവാണ്. പക്ഷേ ആ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഈ ബൂത്തുകൾക്ക് മുമ്പിൽ വലിയ ക്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പക്ഷേ ആ ക്യൂ ഇപ്പോൾ കാണുന്നില്ല. ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഈ വോട്ടിംഗ് മെഷീനിലൊക്കെ വോട്ട് ചെയ്യാനുള്ള സമയം കുറച്ച് കൂടുതൽ എടുത്തിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കുമോ, ഇനി അതല്ല ആളുകൾ വോട്ട് ചെയ്യാൻ എത്താത്തതാണോ എത്താതിരിക്കുന്നതാണോ എന്നതൊക്കെ നമുക്ക് അവസാന ഘട്ടത്തിലുള്ള ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ ലഭിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഏതായാലും ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം അല്ലെങ്കിൽ റെക്കോർഡ് പോളിംഗ് ഉണ്ടാകും, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ അതിലേക്കൊക്കെ എത്തുമോ എന്നുള്ളൊരു ആശങ്ക ഇപ്പോഴത്തെ പോളിംഗിന്റെ രീതി അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. റെക്കോർഡ് പോളിംഗ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 എന്ന സ്വപ്നമുണ്ടല്ലോ, UDF കാരുടെ സ്വപ്നം, അത് ഇതിലേക്ക് എടുക്കാൻ സാധ്യതയില്ല. കാരണം 80 എടുത്തിയാൽ മാത്രമേ അത് ക്രോസ് ചെയ്താൽ. എന്തായാലും 80 എത്താൻ യാതൊരു സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ വയനാട്ടിൽ നിന്ന് കാണുന്നില്ല. എനിക്കൊന്ന് ഏറനാട്ടിൽ നിന്ന് ഇംതിയാസ് കരീമുണ്ട്. ഏറനാട്ടിലാണ് ഇതുവരെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്, 49.89. ഏതാണ്ട് 50-നോട് അടുക്കാണ്. ഇംതിയാസ്, ഏറനാട്ടിലാണ് വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ്. ഉച്ചയ്ക്ക് ശേഷവും പോളിംഗ് ഉയരാൻ തന്നെയാണോ സാധ്യത? എന്താണ് ഇംതിയാസിന് തോന്നുന്നത്? അഭിലാഷേ, ഞാൻ നേരത്തെ നിന്നിരുന്ന GLPS പത്തപ്പിരിയം സ്കൂളിൽ നിന്ന് മാറി തൊട്ടടുത്തുള്ള മുണ്ടേങ്കര, ഏറനാട്ടിലെ തന്നെ മുണ്ടേങ്കര ഗവൺമെൻറ് LP സ്കൂളിലേക്ക് വരുമ്പോഴും സ്ഥിതി സമാനമാണ്. അത്ര വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമൊന്നും വോട്ട് ചെയ്യാൻ അത്രത്തോളം ആളുകളൊന്നും എത്തിക്കാണുന്നില്ല. ഒരു പക്ഷേ രാവിലെയൊക്കെ തിരക്കുണ്ടായിരുന്നു, രാവിലെയൊക്കെ പലരും വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരു സുഗമമായ വോട്ടിംഗ് നടത്തിപ്പിൻ്റെ കാരണം കൊണ്ടൊരു പക്ഷേ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് വോട്ട് ചെയ്ത് പോകാൻ പറ്റിയതിലൊരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല ബൂത്തുകളിൽ ചെല്ലുമ്പോഴും അത്രയധികം ആളുകളില്ലാത്ത ഒരു സാഹചര്യം തന്നെയുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ നോക്കാം. ഈ പൊതുവെ ആളുകളുടെ ഒരു കുറവുണ്ടോ? പൊതുവെ ഒരു മന്ദഗതിയാണ്. പിന്നെ എന്താ പറയുക, ഇത് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ഷന് പ്രാധാന്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ജനങ്ങൾ പൊതുവെ എന്ത് ചെയ്തിങ്ങനെ പ്രാധാന്യമില്ല എന്ന് പറയുന്നതിന് കാരണം. ഇലക്ഷന് പ്രാധാന്യമില്ല പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു റിസൾട്ട് കൊണ്ട് അതായത് ഭരണത്തെ സ്വാധീനിക്കാനോ മറ്റൊന്നും കഴിയില്ല. ഓൾറെഡി ഒരു ബൈ ഇലക്ഷൻ അത്രേ ഉള്ളൂ, ഏകപക്ഷീയമായ വിജയം എന്നാണോ? അങ്ങനെ തന്നെ. എന്താണ് ഈ ബൂത്തിൽ പൊതുവെ ആളുകളുടെ ഈ
പൊതുവെ ആളുകൾ വരുന്നൊരു ബൂത്താണ്. സാധാരണ ഇതിൽ ആളുണ്ട്, എന്നാൽ കുറവാണ്. കുറവൊന്നുമില്ല. ഇവിടെ പോളിംഗ് ഉണ്ട്, പിന്നെ ഒരു ബോട്ടലേ ഉള്ളൂ പെട്ടെന്ന് കഴിയാൻ. രാവിലെയൊക്കെ എന്തായിരുന്നു സാഹചര്യം ഇവിടെ? എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ എങ്ങനെയാ രാവിലെ വീട്ടിലെല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞോ? വീട്ടിലെല്ലാവരും വോട്ട് ചെയ്തു കഴിഞ്ഞില്ലേ? എന്താ സാഹചര്യം? പൊതുവെ ഈ സമയത്താണ് ഇവിടെ കൊണ്ട് വോട്ട് ചെയ്യാറുള്ളത്? അതെ, ഉച്ചയ്ക്ക് വീട്ടിലെല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞു. അവരൊക്കെ പോയതാണ്. രാവിലെ വന്നു, വയസ്സായ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ രാവിലെ വന്ന് കണ്ട് അവർ ചെയ്തു പോയി. പ്രായമായവരെയൊക്കെ നേരത്തെ ഇവിടെ എത്തിച്ച് വോട്ട് ചെയ്തു അല്ലേ? അതെ. പൊതുവെ ഈ ആളുകളുടെ ഒരു കുറവ് ഈ ബൂത്തിൽ ഉണ്ടല്ലോ, എന്താണ്? എങ്ങനെ മനസ്സിലായില്ല? പൊതുവെ ആളുകളുടെ ഒരു കുറവ് കാണുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും കുറച്ച് കുറവാണ്. വന്നിട്ടുണ്ടോ എന്നാന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ? അറിയില്ല കേട്ടോ, എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അത് തന്നെയാണ്, പൊതുവെ ഒരു മന്ദഗതി ഉണ്ട് എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഈ നേരത്തെ നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2024 നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പിൽ 73.48% ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വയനാട്ടിൽ മലപ്പുറം ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നത്. പക്ഷേ 2019 അത് 80.27 ആയിരുന്നു. 6% കുറവ് ആ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് പക്ഷേ ഒരുപാട് ആ സമയത്ത് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ UDF ക്യാമ്പൊക്കെ അവകാശപ്പെടുന്ന 5 ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഒരു പക്ഷേ സാധ്യത കുറവാണ്. കാരണം പോളിംഗ് കൂടുമ്പോൾ ഭൂരിപക്ഷം കൂടുന്നു എന്നതായിരുന്നു എല്ലായ്പ്പോഴും UDF ക്യാമ്പിലെ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു നിലയിലാണ് പോകുന്നത് എങ്കിൽ ഒരു പക്ഷേ 80-ലേക്കോ ഒന്നും എത്താൻ സാധ്യതയില്ല. ഒരു 70-ലൊക്കെ ഒതുങ്ങുന്നൊരവസ്ഥയിലേക്കായിരിക്കും ഒരു പക്ഷേ പോവുക. 3 മണി സമയം ഉച്ചഭക്ഷണം അതിന്റെ ആലസ്യമാക്കിയാണ്. മാത്രമല്ല എന്തായാലും കാലാവസ്ഥ പ്രതികൂലമല്ല, അനുകൂലമായി. മറ്റനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷേ മന്ദഗതിയിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്നാണ് അറിയാൻ കഴിയുന്നത്.